നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് കൊല്ലം മുട്ടറ മരുന്നിമലയുടെ മുകളിൽ നിന്ന് 2 വിദ്യാർത്ഥിനികൾ താഴേക്ക് ചാടിയത്. അതിൽ ഒരു വിദ്യാർത്ഥിനി അവിടെ വെച്ച് തന്നെ മരിക്കുകയും ഒരു വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയും ചെയ്യുകയാണ്. സ്കൂളിൽ നിന്ന് പഠിക്കാനാണ് വിദ്യാർത്ഥിനികൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ കുട്ടികൾ ഈ പറയുന്ന മുട്ടറ മരുന്നിമലയുടെ മുകളിൽ വളരെ അപകടം നിറഞ്ഞ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ അപകടം നിറഞ്ഞ ചെരിവുള്ള ഒരു പാറക്കെട്ടിൽ വിദ്യാർത്ഥിനികൾ നിൽക്കുന്നതിന്റെ വീഡിയോ സമീപത്ത് നിന്നുള്ള ആരോ പകർത്തിയിട്ടുണ്ട്. പിന്നീട് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് 2 പേരും വീണ് കിടക്കുന്നത് കാണുന്നത്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ സർവത്ര ദുരൂഹതയാണ്. കാരണം വെറും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ അവിടെ എത്തി? അവിടെ എത്താൻ കാരണം എന്താണ്? ഇരുവരും തമ്മിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നൊക്കെയുള്ളത് ഒരുപാട് ദുരൂഹതകൾ വളർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിലുള്ള 2 കുട്ടികൾ. കൂട്ടുകാരികൾ താഴേക്ക് ചാടിയെന്നാണ് സംശയം. 2 വിദ്യാർത്ഥിനികളും ഉച്ച മുതലേ പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നു. പാറയുടെ മുകളിൽ സുരക്ഷാ വേലിക്ക് 30 മീറ്റർ മാറി അപകടകരമായി ഇരിക്കുന്ന വിദ്യാർത്ഥിനികളെ മുട്ടറ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന യുവാവ് കണ്ടിരുന്നു. ഇയാൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മലമുകളിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വിവരമറിഞ്ഞെത്തി കുട്ടികളോട് സംസാരിച്ചു. ഇതിനിടെ ഇവർ താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. 2 കുട്ടികളും ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു. ഇവരെ മിയണ്ണൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു കുട്ടി മരിക്കുകയായിരുന്നു. കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ പെരിങ്ങനാട് സ്കൂളിന് സമീപത്തുള്ള കടയിൽ നിന്ന് ലഭിച്ചിരുന്നു. കടയുടെ ഭാഗത്തു നിന്ന് കുട്ടികൾ ബാഗ് ഇവിടെ വെക്കുകയായിരുന്നു. സ്കൂൾ ബാഗിൽ ഉണ്ടായിരുന്ന ബുക്കിൽ കുട്ടികൾ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂചനകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബാഗും ബുക്കും പോലീസ് കസ്റ്റഡിയിലാണ്. വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടികൾ ഏറെ സമയമായിട്ടും തിരിച്ചെത്തിയില്ല. ഇതോടെ തിരക്കി രക്ഷിതാക്കൾ സ്കൂളിൽ എത്തിയിരുന്നു. അപ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ ഇല്ലെന്ന വിവരം മനസ്സിലാക്കുന്നത്. ബാഗിലെ ബുക്കിൽ കാര്യകാരണമുണ്ടാകുമെന്നാണ് സൂചനകൾ. അടൂർ സ്വദേശികളാണ് ഇരുവരും. പരിക്കേറ്റ കുട്ടി കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും. സംഭവത്തിൽ പൂയപ്പള്ളി പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊല്ലം ജില്ലയിലെ മരുതിമല ഒരുപാട് വിനോദസഞ്ചാരികളടക്കം അവിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല അവിടെ ചില സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് ചില നാട്ടുകാരടക്കം റിപ്പോർട്ട് നൽകുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് കുട്ടികൾക്ക് ഒരുപക്ഷെ അവർ അവിടെയുള്ള സ്വദേശികളായതിനാൽ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് പരിചയമുണ്ടാകണം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഒരു എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാം, ആത്മഹത്യയാണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോൾ ഈ യുവാവ് പകർത്തിയിട്ടുള്ള വീഡിയോയിൽ കുട്ടികളുടെ സമീപത്ത് മറ്റാരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടുത്തെ സെക്യൂരിറ്റി കുട്ടികളുടെ അടുത്തേക്ക്, അതായത് ഈ പാറയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴും കുട്ടികളുടെ അടുത്ത് ആരുമില്ല. ഇവർ 2 പേരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കുട്ടികൾ എത്തി? ഇതിനു മുൻപ് അവരിവിടെ വന്നിട്ടുണ്ടോ? ആരെയാണ് ഇവരിവിടെ എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംശയമുണ്ട്. ഇതിനൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ 300ഓളം ഏക്കർ സ്ഥലത്ത് ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 1000ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കൂട്ടങ്ങളോട് കൂടിയ ഒരു മലനിരപ്പാണ് ഈ മുട്ടറ മരുതിമല എന്ന് പറയുന്ന ഭാഗം. കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിലാണ് മരുതിമല സ്ഥിതി ചെയ്യുന്നത്. മാനം മുട്ടുന്ന കസ്തൂരിപ്പാറ, ഭഗവൻപാറ, കാറ്റാടിപ്പാറ എന്നിവയൊക്കെ തന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കൊരു കൗതുകമാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ ഏകദേശം 300ഓളം ഏക്കർ സ്ഥലത്താണ് ഈ പറയുന്ന മരുതിമല സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായിട്ടൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ വരുമ്പോൾ ഒരുപക്ഷെ കാര്യമായി ശ്രദ്ധിക്കണമെന്നില്ല. മാത്രമല്ല അവിടെ ഒരു സുരക്ഷാ വേലിയുണ്ട്. അത് കടന്നാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ അപകടം നിറഞ്ഞിട്ടുള്ള ഈ പാറക്കെട്ടിന്റെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഒരു യുവാവ്, കുറച്ച് അകലെയാണ് ഈ യുവാവ് നിൽക്കുന്നത്, എന്നിരുന്നാലും യുവാവ് ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും തന്നെ കുട്ടികളുടെ അടുത്ത് മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എങ്ങനെ കുട്ടികൾ ഇവിടെ എത്തി? എന്തിനാണ് ഈ പറഞ്ഞ സ്കൂൾ ബാഗും അതുപോലെ തന്നെ അതിലുള്ള ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഒരു കടയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്? അതിൽ കൃത്യമായിട്ട് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി ഇവർ രക്ഷിതാക്കളോട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സർവത്ര ദുരൂഹമാണ്. വളരെ അപകടം നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ചാടി ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള മരണം വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി നിലവിൽ ചികിത്സയിലാണ്. ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. വളരെ വേഗത്തിൽ തന്നെ കുട്ടി സുഖം പ്രാപിക്കട്ടെ എന്നുള്ളത് നമുക്കും പ്രാർത്ഥിക്കാം.